ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് തിരുമലയ്ക്കും പേയാടിനൊക്കെ അടുത്ത ലൊക്കേഷനിലാണ്. ഇവിടെ 4 സെൻറ്റിൽ 2100 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും കൂടാതെ 2 കാറുകൾക്കും സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് അല്ലെങ്കിൽ ചോദിക്കുന്ന വില എന്നുള്ളത് 76 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഇവിടെ ആയിട്ടൊരു കവേഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് വരുന്നുണ്ട്. അത് കൂടാതെ ഒരു ഓപ്പൺ കാർ പാർക്കിംഗ് വരുന്നുണ്ട്. അങ്ങനെ 2 കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഒരു സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഗേറ്റോ കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ പ്ലാന്റ് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ആയിട്ട് പ്ലാന്റേഷൻ പ്രത്യേക സ്പേസ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് അതുപോലെ തന്നെയാണ് പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഫുള്ളി ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്ന ഈ തൂണുകളെല്ലാം ടെക്സ്ചർ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ സിറ്റ് ഔട്ടിലെ കാഴ്ചകളിലേക്ക് വരാം. ട്രെഡ്, ഗ്രാനൈറ്റും റൈസർ ടൈലുമാണ്. ഇവിടെ എല്ലാം ടൈൽ ക്ലാഡിങ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ആയിട്ട് 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ ആ ഒരു ടെക്സ്ചർ വർക്ക് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഡോർ ഓപ്പൺ ചെയ്ത് ലിവിങ് ഏരിയയിലേക്ക് വരാം. നേരെ വരുന്ന ലിവിങ് ഏരിയയിലേക്കാണ്. ഇവിടെ ഒരു TV കൊണ്ട് കൊടുത്തിട്ടുണ്ട്. 2 ഭാഗത്തിനും ഫ്ലവറൈസ് വരുന്നുണ്ട്. ആ 2 ഭാഗത്തും നിഷ് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള പ്രൊഫൈൽ ചാനൽ കൊടുത്തിരിക്കുകയാണ്. അതുകൂടാതെ സർഫസ് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലെ കാഴ്ചകളിലേക്ക് പോകും. ഡൈനിങ് ഏരിയ നോക്കുകയാണെങ്കിൽ സ്പേസ്ഫുൾ ഡൈനിങ് ഏരിയ തന്നെയാണ്. ഇവിടെയും മുകളിലായിട്ട് ഇവിടെയും പ്രൊഫൈൽ ചാനലും കൂടാതെ സർഫസ് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വാഷിംഗ് യൂണിറ്റ് വരുന്നത്. ഇവിടെ വർമോർ എന്ന ബ്രാൻഡായി യൂസ് ചെയ്തിരിക്കുന്നത്. മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെയും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഈ ഡൈനിങ് ഏരിയയുടെ പുറകിലായിട്ട് നിഷ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഇൻവെർട്ടർ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് ബോർഡ് കാണാം. ഇനി നമുക്ക് നേരെ കിച്ചണിലെ കാഴ്ചകളിലേക്ക് വരാം. കിച്ചണിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തിരിക്കുകയാണ്. ഒരു സെർവിങ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട്. അവിടെ നേരെ കിച്ചണിലേക്ക് വരും. ഫുള്ളി അപ്പർ ക്യാബിനറ്റുകളാണ്. അതുപോലെ തന്നെ ബേസ് ക്യാബിനറ്റും ഫുള്ളി നോക്കുകയാണെങ്കിൽ കബോർഡിൻ്റെ ഒരു ശേഖരം എന്ന് പറയാം. നല്ല രീതിയിൽ ഫുള്ളി ചെയ്തിരിക്കുകയാണ്. ഇവിടെ ആയിട്ട് നമുക്ക് ഹുഡ് ആൻഡ് ഹോബ് ചെയ്യാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി കിച്ചൺ കൂടാതെ വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയ നോക്കുകയാണെങ്കിൽ നീളത്തിൽ കിടക്കുന്നത് വിശാലമായി കിടക്കുന്ന വർക്ക് ഏരിയയാണ്. ഇവിടെ ആയിട്ടും സ്മെല്ലായിട്ടുള്ള ഐറ്റംസ് എല്ലാം കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പ്രത്യേകിച്ച് തന്നെ സിങ്കും കൊടുത്തിട്ടുണ്ട്. അവിടെ ആയിട്ട് നനകല്ല് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ഭാഗത്തും ഡോർ ഓപ്പണിങ്ങുമാണ്. ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ഇതാണ് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം. ഏകദേശം 13-11 സൈസുള്ള റൂമാണ്. ഇവിടെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ സിമ്പിളായിട്ടുള്ള സീലിംഗ് ഇരിക്കുകയാണ്. അതുകൂടാതെ തന്നെ സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ചാനൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് സിസ്റ്റം യൂസ് ചെയ്യാൻ വേണ്ടി പ്രത്യേക സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ആയിട്ട് പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ്റൂം എങ്ങനെയുണ്ടോ നോക്കാം. ഈ ഒരു വാഷ്റൂം നോക്കുകയാണെങ്കിൽ ഫുള്ളി വർമ്മയുടെ ഫിറ്റിംഗ്സ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഹാൻഡ് ഷവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാ റൂമുകളിലും ഹാൻഡ് ഷവർ കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ വീടിൻ്റെ വേറെ പ്രത്യേകത. ഇത് നമുക്ക് നേരെ 2, 3, 4 റൂമൊക്കെ എല്ലാം മുകളിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ അപ്സ്റ്റെയറിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്സ്റ്റെയറിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് സൈഡിലായിട്ട് പ്രൊഫൈൽ ചാനൽ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ആയിട്ട് ഹാൻഡ് റെയിൽസ് എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതിൽ ഗ്ലാസ് പാർട്ടീഷനും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് സ്റ്റെപ്പ് നോക്കാൻ ട്രെഡ്, ഗ്രാനൈറ്റും റൈസർ ടൈലുമാണ്. ഒരു പ്രൈവസി കീപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു പാർട്ടീഷൻ ഗ്ലാസ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ ഒരു അപ്പർ ലോഞ്ചിലും TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് സിമ്പിളായിട്ടുള്ള സീലിംഗ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെയും 3 ബെഡ്റൂമുകളാണ് വരുന്നത്. ഇങ്ങോട്ടേക്കാണ് നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ ഒരു ബെഡ്റൂമാണ്. വലിയ ബെഡ്റൂമാണ്. ഇവിടെയും വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ സിമ്പിളായിട്ടുള്ള സീലിംഗാണ് ചെയ്തിരിക്കുന്നത്. ഇനി വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടെ വാഷ്റൂമിലെ ഫിറ്റിംഗ്സ് നോക്കുകയാണെങ്കിൽ എല്ലാം യൂസ് ചെയ്തിരിക്കുന്ന വർമോർ എന്ന ബ്രാൻഡാണ്. ഇവിടെയും ഹാൻഡ് ഷവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാ വാഷ്റൂമിലും ഹാൻഡ് ഷവർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഇതാണ് ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂം നോക്കുകയാണെങ്കിൽ സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ്. ഇവിടെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ സിമ്പിളായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇനി വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ഒരു വാഷ്റൂം നോക്കുകയാണെങ്കിൽ ഫിറ്റിംഗ്സ് എല്ലാം വർമോർ തന്നെയാണ്. ഇവിടെയും ഹാൻഡ് ഷവർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ 4ാമത്തെ ബെഡ്റൂമിലേക്ക്. ഇതാണ് ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിലും വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ സിമ്പിളായിട്ടുള്ള സീലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാഷ്റൂം നോക്കുകയാണെങ്കിൽ ഫുള്ളി വർമ്മോടെ ഫിറ്റിംഗ്സ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നു. ഇവിടെയും ഹാൻഡ് ഷവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ബാൽക്കണി കാഴ്ചയോടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക് പോകും. ഓക്കെ, ബാൽക്കണിയിലേക്ക് വരുമ്പം ഈ ഒരു ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക് പോകും. ബാൽക്കണി നോക്കണം, നല്ല സ്പേസ് ഉള്ള ഒരു ഫോയർ വന്നിട്ട് 2 ഭാഗത്തേക്കുള്ളൊരു ബാൽക്കണിയാണ്. ഇവിടെയും ഒരു ബ്ലാക്ക് ടിൻഡർ ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ല പ്രൈവസി കിട്ടുന്നതാണ്. ഇവിടെ ഇങ്ങനെ വിശാലമായി നീളത്തിൽ കിടക്കുന്നൊരു ബാൽക്കണിയാണ്. അപ്പോൾ ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസും ഇതിൻ്റെ ക്വാളിറ്റിയും കുറിച്ച് നമുക്ക് ഇവിടുത്തെ ബിൽഡറിനോട് ചോദിക്കാം. ഇനി ഈ വീട് നിർമ്മാണത്തെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എത്ര സമയം എടുത്തു പൂർണ്ണമായും നിർമ്മിക്കാൻ വേണ്ടി? പൂർണ്ണമായും നിർമ്മിക്കാൻ 1 വർഷം എടുത്തു. നമുക്ക് ഈ സ്പീഡ് പണി ഈ തലേ ദിവസം തേക്കുക, പിറ്റേന്ന് പുട്ടിയിടുക, അതിൻ്റെ പിറ്റേന്ന് പെയിൻ്റ് അടിക്കുക, ആ പരിപാടി നമ്മളിലില്ല. ഞാൻ സർവീസിൽ എൻ്റെ 15ാമത്തെ വയസ്സ് തൊട്ട് ഞാൻ ഈ ഫീൽഡിലാണ്. മേസണറി വർക്കാണ്. ഞാനും എൻ്റെ ചേട്ടന്മാരും നമ്മളിത് തന്നെയാണ്. ഈ പണി ഞാൻ പണിയിക്കുന്നില്ല, അവരെ വിട്ടാണ് പണിയിക്കുന്നത്.
ഞാനും അവരും കൂടെ എന്നാണ് ഇത് പണിയുന്നത്. നമ്മൾ പുറത്ത് ഇല്ല. എല്ലാ ദിവസവും 2 നേരം കൃത്യമായി വന്ന് നനയ്ക്കും. അതൊക്കെ ഇവിടെ ചുറ്റുപാടുള്ള എല്ലാവർക്കും അറിയാം. ഈ താമസിക്കുന്നത് ഇവിടെ വന്ന് താമസിച്ചവർക്ക് എല്ലാവർക്കും അറിയാം ഞാനിവിടെ എങ്ങനെയാണ് പണിയുന്നത്, മറ്റുള്ള വീടുകൾ എങ്ങനെയാണ് പണിയുന്നത്. ഈ യഥാർത്ഥ ഫീൽഡുകാരാണ് ഞാനും ആ വീടുകാരും. നമ്മൾ രണ്ടുപേരും യഥാർത്ഥത്തിൽ മേസന്മാരാണ്. പിന്നെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇത് കോളം ബീമാണ്, കുട്ടിക്കോളം ബീമാണ്. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. കരിങ്കല്ല് ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. എല്ലാം കട്ടയല്ല, സിമെൻറ്റ് ഹോളില്ലാത്ത കല്ലാണ്. പൈപ്പ് ഹോളുമില്ല, സോളിഡ് ബ്ലോക്ക് കല്ലിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത് നമ്മളിവിടെ ഷൈൻ എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്, എല്ലാവർക്കും അറിയാം. ട്രിവാൻഡ്രം ജില്ലയിലെ ഏറ്റവും ഫേമസ് ആയ കമ്പനിയാണ് ഷൈൻ. അവിടെ നിന്നാണ് കല്ലെടുക്കുന്നത്. അതുപോലെ ഈ തടി സാധനങ്ങളെല്ലാം ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതുകൊണ്ട് 10 വർഷം ഞാൻ ഇത് ഗ്യാരണ്ടി കൊടുക്കും. വേറെ ഒരു ബില്ലുകാരും ഇത് പറയില്ല. 10 വർഷം കട്ടളയും ഡോറും കേടുവന്നാൽ ഞാൻ മാറ്റി കൊടുക്കും. ആ, അത് എൻ്റെ ഒരു പ്രത്യേകത. അത് അത്രയും എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഞാൻ സ്വന്തമായിട്ട് തടി കണ്ടെത്തി അറപ്പിച്ച് പണി ചെയ്തെടുക്കുന്നതാണ്. പൂർണ്ണ വാങ്ങുന്ന ആൾ ഇന്നലെ ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവരും ഇതാണ് നിൽക്കുന്നത്. പൂർണ്ണമായിട്ട് അവർക്ക് അത് ഇഷ്ടപ്പെട്ടു. ചോദിക്കുന്നത് 76 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അത് നമുക്ക് മാക്സിമം ഒരു നെഗോഷ്യബിളാണ്. ഒരു എഞ്ചിനീയർ വന്ന് കണ്ട് സ്ക്വയർ ഫീറ്റിന് എത്ര രൂപയാണ് ഇവിടുത്തെ വസ്തുവിൻ്റെ വിലയും നോക്കിയിട്ട് എനിക്ക് ആ പൈസ തന്നാൽ മതി. കൂടുതലൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അതേ അതിനകത്ത് വരുന്നുള്ളൂ. ശരി, താങ്ക് യു.